It's me, Rahulfabb. Welcome to Fabbsonwheels. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ വന്നിരിക്കുന്നത് കുറേ കാലത്തിന് ശേഷം നമ്മുടെ റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ ഡോമിനോറാണ്, ഇത് ഫ്രണ്ടിൻ്റെ ഡോമിനോറാണ്. സോ ഇത് BS4ഉം ഇത് BS6ഉം ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന്. അതോടൊപ്പം തന്നെ രണ്ടിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ്, ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ ആയിരിക്കത്തില്ല, ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഷുവറായിട്ട് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂയിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിരിക്കുക. പിന്നെ നമ്മുടെ ഫാബ്സോൺവീൽസ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി, അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട് ഫാബ്സോൺവീൽസ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു അടിപൊളി റിവ്യൂ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയിലോട്ട് പോകാം. എന്നെ ശരിക്കും റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല, കാര്യം വേറൊന്നുമല്ല, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ BS4ഉം BS6ഉം ഒരുപോലെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ഹൈലൈറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അപ്പോൾ ഏതൊരാളും പുതിയൊരാൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കണ്ണിലുടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 43mm USD ഫോക്ക് തന്നെയാണ് നമ്മുടെ കണ്ണിൽ ആദ്യം ഉടക്കുന്നത്. പഴയ വണ്ടിയിൽ നിന്ന് ഇതിനുണ്ടായ ഒരു മെയിൻ പ്രത്യേകതയാണ് ഈ USD ഫോക്സ് ഒന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസമെന്നൊക്കെ, അല്ലെങ്കിൽ ഡ്രൈവബിലിറ്റിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഈവൻ ആ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് USD ഫോക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു കളർ ശരിക്കും പറഞ്ഞാൽ ഈവൻ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാൻ 2017 വണ്ടി എടുത്താണ്. 2019 20 ആണ് ഞാൻ വണ്ടി എടുക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ എടുക്കുന്ന ഈ ഒരു കളർ തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ് ഈ ഒരു പെയിൻറ്റിങ്ങിന് കൊടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല മെറ്റാലിക് ആയിട്ടുള്ള പെയിൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള ഒരു ചെറിയ ചെറിയ ബോൾസൊക്കെ നന്നായിട്ട് ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മൾ മെയിനായിട്ടും പോകേണ്ടത് വേറൊരു ഐറ്റമുണ്ട്, ഗ്ലാസ്. എൻ്റെ ഡോമിനോറിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പഴയ ഗ്ലാസ് ഞാൻ മാറ്റിയിട്ട് ഡ്യൂക്ക് 390 ഗ്ലാസ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന മിറർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള പുതിയ മിറേഴ്സാണ്. ആ പുതിയ മിറേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റോബോട്ടിക് ടൈപ്പ് ഒരു മിറേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതൊരു വലിയ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ലീക്കായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റോബോ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നല്ല ബൾക്കിയായിട്ട് ഫീൽ ചെയ്യും, നല്ല മസ്കുലാരിറ്റിയാണ്. അതുപോലെ തന്നെ വേറെ നമ്മൾ ഡ്യൂക്കിലും അല്ലെങ്കിൽ KTMൻ്റെ വണ്ടികളിലൊക്കെ ആ ഒരു USD ഫോക്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റീൽ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്രോം ടൈപ്പ് ആ ഒരു ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് ഈ ഓവറോൾ ഈ ഗ്ലാസും ഈ ഫ്രണ്ട് ലുക്കും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരു അപാര ലുക്ക് തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല. ഈവൻ വേറെയുള്ള നെഗറ്റീവ്സ് ഒന്നും അതിനെക്കുറിച്ച് പറയാനായിട്ടില്ല. ദെൻ പിന്നീട് വേറെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഈ USD ഫോക്ക്, ദെൻ ഗ്ലാസ്, ദെൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡും സെയിം ഇതുപോലെ തന്നെയാണ്. ഇതിന് കുറച്ചുകൂടെ നീളം കൂട്ടിയ പോലെയാണ് സ്റ്റാൻഡ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും മേ ബി ഇത് വണ്ടി കണ്ടിട്ടുണ്ടാവും ഒരുപാട്. ഇപ്പോൾ ഈവൻ കുറേ നാളായി ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിവ്യൂ ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഇറങ്ങട്ടെ, വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, വണ്ടി കുറച്ചൊന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി കിട്ടി റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലൊരു വണ്ടി കിട്ടിയിട്ട് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ട് അതും കൂടെ നമ്മൾ ഓൾറെഡി എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഡോമിനോറിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് നമുക്ക് മെയിനായിട്ട് എസ്തെറ്റിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. പിന്നീട് നമുക്ക് കുറച്ച് സീറ്റ് ഹൈറ്റ് വണ്ടിയിൽ കുറഞ്ഞിട്ടുണ്ട്, പഴയതിനേക്കാളും കുറച്ചുകൂടെ സീറ്റ് ഹൈറ്റ് കുറവാണ്. പിന്നീട് നമുക്ക് വേറെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം യൂഷ്വലി തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയിലാണ് വന്നത്. ഒരു നെഗറ്റീവ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കും. മറ്റേ നമ്മുടെ ഓൾഡ് മോഡലിനകത്ത് അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിലൊക്കെ വന്നിരിക്കുന്ന പറഞ്ഞാൽ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ശരിക്കും കുറച്ചൊരു ഡാർക്കായിട്ട് വന്നിട്ട് ഡിജിറ്റ്സ് ഒക്കെ തന്നെ കുറച്ചുകൂടെ നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിലാണ് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കൊടുത്തിട്ടുള്ളത്. ദെൻ
പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയേണ്ടത് ഈ ഹാൻഡിലിൻ്റെ കാര്യമാണ്. ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വൈഡായിട്ടൊരു ഹാൻഡിലാണ്. ബാക്കിലോട്ട് റൈഡ് ചെയ്യുന്നവർക്ക് ബാക്കിലോട്ട് പുഷ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് ഒരുപാട് പുഷ് ചെയ്യാതെ ബാക്കിലോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു ഹാൻഡിൽസാണ്. നമുക്ക് കർവി ആയിട്ടുള്ളൊരു ഹാൻഡിൽസാണ്, ഇതിന് വളരെ വൈഡായിട്ടുള്ള ഹാൻഡിൽസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഇതിൻ്റെ എക്സോസ്റ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അടിപൊളി ഒരു എക്സോസ്റ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് റൈഡ് ചെയ്യുമ്പോൾ പറയാം. കാര്യം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്ന വണ്ടിക്കകത്ത് നോക്കിയിട്ട് സൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് ഓൺ ആക്കാനും പോകുന്നില്ല. റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് ഞാൻ എന്തായാലും കേൾപ്പിച്ച് തരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഡബിൾ ബാരൽ എക്സോസ് എന്നാണ് ഇതിനെ അവർ നമ്മുടെ ബജാജ് പറയുന്നത്. ശരിക്കും ഈ താഴെ നമുക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഡോമിനോയിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കൂടുതൽ, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടണമെന്നുണ്ടായിരുന്നു. നമുക്കൊരു അണ്ടർ ബെല്ലി വരുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ ഡോമിനോറിൽ BS6 നമുക്ക് ആ ഒരു അണ്ടർ ബെല്ലി അവർ റിമൂവ് ചെയ്തിട്ട് അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ചേഞ്ച് ആയിരുന്നു ഡോമിനോറിൽ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് ആ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. കാര്യം അൺവാണ്ടഡ് അല്ല, ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ബട്ട് നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ആ സാധനം കല്ലിലുമൊക്കെ തട്ടിയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ആസ് യൂഷ്വൽ ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ വണ്ടിയുടെ നിങ്ങൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു വണ്ടിക്ക് നമുക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. 2 lakh എക്സ്ഷോറൂം പ്രൈസാണ് വന്നിട്ട്. ആരും ഒരു ഓൺ റോഡ് പ്രൈസ് ചോദിക്കേണ്ട, അത് വേരിയബിളാണ്. പല സിറ്റീസിലും ഈവൻ പല സ്റ്റേറ്റ്സിലും അനുസരിച്ചിട്ട് ആ ഒരു പ്രൈസ് വേരിയബിളായിരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻ ടു ദ ടപ്പ് നമ്മൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന യൂഷ്വലി ഒരുപാട് ആൾക്കാർ ഈ വണ്ടി വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡ്രൈവബിലിറ്റി, ഇതിൻ്റെ എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി യൂസ്ഡ് ഡോമിനോസ് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു റിവ്യൂ ഏറ്റവും കൂടുതൽ ഗുണപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് വാങ്ങണം, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കണം, ഏത് ഡോമിനോർ വാങ്ങണം, എന്തുകൊണ്ട് ഡോമിനോർ വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ റൈഡ് റിവ്യൂവിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടൊരു റിവ്യൂ ചെയ്യുന്നത്. കാര്യം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും തൊട്ടേ നമ്മൾ റിവ്യൂസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറേ കാലം വെയിറ്റ് ചെയ്തിട്ടായാലും ഈ ഡോമിനോർ റിവ്യൂ ചെയ്യാൻ കിട്ടിയത് തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ എക്സ്ക്ലൂസീവ് റൈഡ് റിവ്യൂയിലോട്ട് കിടക്കാം. നമുക്കെന്തായാലും BS6 ഡോമിനോർ 400ൻ്റെ റൈഡ് റിവ്യൂയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ ഇവിടെ ഒരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല നമ്മുടെ USD ഫോക്സ് വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഓൾഡ് ഡോമിനേക്കാളും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ എന്തോ ഒരു ഓഫ് റോഡിൻ്റെ ചെറിയൊരു റോഡ്, ഇങ്ങനെ ബ്രോക്കൺ റോഡ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി നമുക്ക് കയറി പോകാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മളെന്തായാലും മെയിൻ റോഡിലോട്ട് കയറാൻ പോവാണ്. എന്തൊരു സന്തോഷം എന്നറിയോ, റോഡ് നോക്കി അല്ല നീളത്തിൽ നീണ്ടു നൂർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഡോമിനോർ 400ൻ്റെ എടുത്തു പറയേണ്ട ബേസിക്കായിട്ട് വന്നിരിക്കുന്ന കാര്യം ഹാൻഡിൽ ബാറിൻ്റെ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. നല്ല വൈഡറായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. ഞാൻ പറഞ്ഞില്ലേ, വാക്ക് അറൗണ്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡിൽ ബാർ ആ ഒരു സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത് പിടിക്കാൻ വളരെ സുഖമാണ്. നമ്മുടെ ഓൾഡ് ഡോമിനോറിലാണെങ്കിൽ നമുക്കൊരു ഹാൻഡിൽ ബാർ റൈസേഴ്സ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ പുതിയ ഡോമിനോറിൽ ഹാൻഡിൽ ബാർ റൈസേഴ്സിൻ്റെ ആവശ്യമൊന്നും എനിക്ക് ബേസിക്കലി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്തില്ലേ, ആ ഒരു ഫീലാണ് വണ്ടി ഓടിക്കുമ്പോൾ, മീൻസ് ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ദെൻ മിറേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. മിറേഴ്സ് വാക്ക് അറൗണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആംഗിൾ, വൈഡ് ആംഗിളിലുള്ള ഒരു മിറേഴ്സ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 2 മിറേഴ്സ് അത് തന്നെയാണ്. ദെൻ നമ്മുടെ മീറ്ററിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല സൺലൈറ്റ് ഉണ്ട് ഇപ്പോൾ, എന്നിട്ട് പോലും നല്ല വിസിബിളാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡോമിനോറിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. ഡോമിനോറിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ പുതിയ ഡോമിനോറിൽ 373cc എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതാണെങ്കിൽ കൊടുത്തിരിക്കുന്ന പവർ എന്ന് വെച്ചാൽ 40 PS അറ്റ് 8800 RPM-ലും അതിലൊരു ടോർക്ക് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മുടെ പഴയ ഡോമിനോർ പോലെയാണ്. പക്ഷേ RPM-ൽ ചെറിയ വ്യത്യാസമുണ്ട്. 35 Nm തന്നെയാണ് പീക്ക് ടോർക്ക് വരുന്നത്. അത് നമുക്ക് 7000 RPM-ലും അല്ലെങ്കിൽ 6500 to 7000 RPM-ൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ടോർക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോർക്കും BHP ഒക്കെ ചെക്ക് ചെയ്യാം. ബട്ട് റോഡൊന്ന് ഫ്രീ ആയതിനു ശേഷം വേണം അതൊന്നും ചെക്ക്. അത് മാത്രമല്ല, ഈ റോഡിൽ നമ്മൾ നല്ല രീതിയിൽ കൈ കൊടുത്ത് പോയി അവിടെ എത്തുന്നതിന് മുമ്പ് പോലീസ് നമ്മളെ പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവൻ്റെ ഒരു സ്പീഡും അല്ലെങ്കിൽ ഇവൻ്റെ ഒരു പെർഫോമൻസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ എൻജിൻ്റെ കാര്യം പറഞ്ഞു.
എഞ്ചിൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഓൾഡ് ഡോമിനേക്കാളും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതുപോലെ തന്നെ വൈബ്രേഷൻസ് ഒക്കെയാണ് കുറേ കൂടി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ ബാരൽ എക്സോസ്റ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് സൗണ്ട് കുറച്ച് നോയ്സി ആയിട്ടുള്ളൊരു സൗണ്ടാണ്. നമുക്ക് ഈ നോർമൽ സ്പീഡിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ RPM ഒക്കെ ഒന്ന് ഒരു 4 to 6 RPM ഒക്കെ എത്തുന്ന സമയത്ത് സൗണ്ട് കുറച്ച് കൂടുതലാണ്. അത് ചിലർക്ക് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. എനിക്ക് സൗണ്ട് കുറച്ച് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് ഓൾഡ് വണ്ടിയുടെ സൗണ്ട് തന്നെയാണ് ഇഷ്ടം. കാര്യം അത് ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷേ ഇതിന് കുറച്ച് സൗണ്ട് കൂടുതലാണ്. അതിന് വൈബ്രേഷൻസ് കുറച്ച് കൂടുതലാണ്. ഇതിന് വൈബ്രേഷൻസ് കുറച്ച് കുറവാണ്. സോ ത്രോട്ടിൽ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഇനിഷ്യൽ ഗിയറിലുണ്ടായിരുന്ന ഡൊമിനോറിൽ ഓൾഡിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തന്നെ ടക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു സംഭവം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ വണ്ടിയുടെ ഒരു ഇനിഷ്യൽ ടോർക്ക് നമുക്ക് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഡൊമിനോറുമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗിയർ ഡൗൺ പൊസിഷനൊക്കെ വരികയെന്നുണ്ടെങ്കിൽ വണ്ടി ഒരു രക്ഷയില്ലാതാണ് കയറി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫീൽ രണ്ടും വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞാൽ 111, 12 ആയിട്ട് പോലും നമുക്ക് യാതൊരുവിധ ലാഗും ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വാല്യൂ ഫോർ മണി വെഹിക്കിളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഇതിൻ്റെ പ്രൈസ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ റൈറ്റ് റോഡ് എടുക്കുക, അതാണ് നമ്മുടെ നാട്ടുകാരുടെ ഗുണം. ഓക്കെ, അപ്പോൾ ഈ പുതിയ ഡോമിനോറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. ബേസിക്കായിട്ട് വലിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ എസ്തെറ്റിക്കലി ഉള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളോട് പറഞ്ഞു. പെർഫോമൻസിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പെർഫോമൻസ് ഒന്ന് നോക്കണമെങ്കിൽ റോഡൊന്ന് ഫ്രീ ആവണം. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു U-ടേൺ എടുക്കാം. അടുത്ത് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും BHP ടോർക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം പെട്ടെന്ന് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഴയ ഡോമിനോറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹൈ ടോപ്പ് എൻഡ് നമുക്ക് ഈ ഒരു BS6 അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ BS4 കുറച്ചുകൂടി നല്ലൊരു ടോപ്പ് എൻഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റേത് നമുക്കൊരു 163 അല്ലെങ്കിൽ അതൊക്കെ ആയിരുന്നു കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 170 വരെ ടോപ്പ് സ്പീഡ് കയറുന്നു. പക്ഷേ ഈ ഒരു റോഡിൽ നമുക്ക് ഒരിക്കലും ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായാലും നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ കേരള റോഡ്സിൽ അത് ബാൻഡാണ്, അത് ചെയ്യരുത്. സീറ്റ് ഹൈറ്റ് കുറച്ച് കാരണം അത്യാവശ്യം നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ബജാജ് ചെയ്തത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. സൗണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ ആക്സലറേഷൻ റേഷ്യോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൗണ്ടും കൂടെ ശ്രദ്ധിച്ചോ. നമ്മൾ അത്യാവശ്യം നമ്മുടെ ലോ ഗിയറിൽ തന്നെയാണ് വന്നത്. എന്നിട്ടും വണ്ടിയുടെ ആ ഒരു ടോർക്ക് നമുക്ക് 35 Nm ടോർക്ക് നമുക്ക് നല്ല റിച്ച് ടോർക്ക് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കയറി പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ സ്ലിപ്പർ ക്ലച്ചിൻ്റെ കാര്യം കൂടി പറയേണ്ടത്. അത് ആസ് യൂഷ്വൽ നമ്മുടെ ഓൾഡ് വണ്ടിയിൽ വന്ന പോലെ തന്നെയാണ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആ ഒരു കാര്യം കൂടി വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നൊരു ഡ്രൈവബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓൾഡ് ഡോമിനറിനേക്കാളും നല്ല ഡ്രൈവബിലിറ്റി വണ്ടിക്കുണ്ട്. കാര്യം ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, USD ഫോക്സ് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് കൂടിയിട്ടുണ്ട്. ആ വെയിറ്റ് പക്ഷേ നമുക്ക് ഈ ഹാൻഡിൽ ബാർ കൊടുത്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഡോമിനോർ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കണം, എന്തിനാണ് നിങ്ങൾ ഡോമിനോർ വാങ്ങേണ്ട ആവശ്യം, ഇത് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഒരു ഹാർഡ് കോർ റൈഡറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈലേജ് ഫ്രണ്ട്ലി അതോടൊപ്പം തന്നെ കുറച്ച് പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി വാങ്ങണം. നിങ്ങൾ നോക്കുന്നത് ഒരു ഇനിഷ്യൽ പെർഫോമൻസ് ആയിരിക്കത്തില്ല. നിങ്ങൾ നോക്കുന്ന ഒരു ടോപ്പ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറെ ഒരു വണ്ടിയും നോക്കേണ്ട ആവശ്യമില്ല. വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡോമിനോർ തന്നെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ 2 ഡൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡോമിനോർ നിങ്ങൾക്ക് BS4 വേണോ BS6 വേണോ? BS6 എന്തായാലും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും BS4 അപ്പോൾ BS4 അപേക്ഷിച്ച് BS6 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ BS4 എന്ന് പറഞ്ഞാൽ കുറച്ച് സൈലൻറ്റ് മെഷീനാണ്, കുറച്ച് വൈബ്രേഷൻസ് കൂടുതലാണ്. പക്ഷേ ഇത് കുറച്ച് നോയ്സി മെഷീനാണ്, പക്ഷേ വൈബ്രേഷൻസ് വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ BS4 തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാര്യം ഞാൻ അത് ആദ്യമായിട്ട് പുതിയ വണ്ടി എടുത്തുകൊണ്ട് തന്നെ എനിക്ക് അതിനോടായിരിക്കും കുറച്ച് കൂടുതൽ ഇഷ്ടം. അത് എൻ്റെ പേഴ്സണൽ മാറ്ററാണ്. പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡോമിനോർ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ
ഡോമിനോർ 400 BS6 തന്നെ നോക്കുക. കാര്യം ഇത് ഫൺ ടു ഡ്രൈവ് വെഹിക്കിൾ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇത് ഒരു ലോങ് റൈഡിന് പറ്റുന്ന ഒരു കിടിലൻ സ്പോർട്സ് ക്രൂസർ തന്നെയാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിനകത്തുള്ള റോഡിൽ നമുക്ക് ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വണ്ടിയുടെ ടയേഴ്സ് രണ്ടുമൊന്ന് ചേഞ്ച്, ഒരു സെമി ഓഫ് റോഡ് ടയേഴ്സ് കൊടുക്കാൻ, ലൈക്ക് ടിംസോണിൽ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിറലിയുടെ ടയേഴ്സ് അവൈലബിൾ ആണ്. ഈ ടയേഴ്സ് നിങ്ങൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ വണ്ടി മീഡിയം നമുക്കൊരു 50% ഓഫ് റോഡ് നമുക്ക് പറ്റുന്നതാണ്. അത്യാവശ്യം ഇതെല്ലാം പറ്റുന്ന ഒരു വണ്ടി ഒരു 2 lakh എക്സ് ഷോറൂം പ്രൈസിൽ നിങ്ങൾക്ക് തന്നാൽ ഓൾമോസ്റ്റ് ഒരു 2.3 lakh ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കിടിലം ഓപ്ഷൻസ് തന്നിട്ട് ഒരു അടിപൊളി വണ്ടി, പിന്നെ മച്ച് ബെറ്റർ ആണ്. നമ്മുടെ ഓൾഡ് ഡോമിനോറിൻ്റെ നമ്മുടെ ഒരു ചേസിസോ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് വണ്ടി മച്ച് ബെറ്റർ ആണ്. വണ്ടി നമുക്ക് ടേൺ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കാര്യം ഈ ഒരു സീറ്റ് ഹൈറ്റ് കുറവ് കൊടുത്ത് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് റൈഡ് പോകണം, ഓഫ് റോഡൊക്കെ ചെയ്യണം, അത്യാവശ്യം ഒരു മൈൽഡ് ഓഫ് റോഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടിയാണ് ഡോമിനോർ 400. പിന്നെ ആരൊക്കെയാണ് ഈ വണ്ടി വാങ്ങേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു യൂസ്ഡ് വെഹിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 1 lakh അല്ലെങ്കിൽ 1,15,000 1,13,000 നിങ്ങൾക്ക് ഡോമിനോറിൻ്റെ യൂസ്ഡ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു യൂസ്ഡ് വണ്ടി ഡോമിനോർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ലോങ് റൈഡർ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റൈഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടി ഡോമിനോർ തന്നെയാണ്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ മൈലേജ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു 32 ഇഷ്യാൽ മതി. അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഡോമിനോറിൽ കിട്ടാൻ പറ്റുന്ന മൈലേജ്. ഏറ്റവും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 25 to 32 വരെ നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു രക്ഷയുള്ള അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് കണ്ണ് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെഹിക്കിൾ തന്നെയാണ്. പിന്നെ ഡോമിനോർ BS4-നേക്കാളും കുറച്ചുകൂടി റിഫൈൻഡ് ആണ് വണ്ടി. അതോടൊപ്പം തന്നെ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഡ്യൂക്കിൻ്റെ അല്ലെങ്കിൽ KTM വെഹിക്കിൾസൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെ ആയിരിക്കും ഡോമിനോർ 400. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ബേസിക്കലി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID Fabbsonwheels തന്നെയാണ്, അത് ഫോളോ ചെയ്യാനും മറക്കണ്ട. എന്തായാലും അടുത്ത കിടിലം വീഡിയോയിൽ ഇനി കുറേ റിവ്യൂ വീഡിയോസും അതുപോലെ തന്നെ കുറേ കാർസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത്, ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.